നമസ്കാരം, എൻ്റെ പേര് ക്രിസ് വേണുഗോപാൽ. ഈ സിനിമയുടെ സംഭവ സ്ഥലത്ത് നിന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒത്തിരി ക്ലോസ് ടു ഹാർട്ട് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 22ാമത്തെ മൂവിയാണ്. ഒരുപക്ഷെ ഷേപ്പ് മാറുന്ന കാരണം ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഓരോ സിനിമയിലും ഓരോ ഷേപ്പ് ആയത് കാരണം അതങ്ങനെ പോകുന്നു. ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു, ഒരു 14 കൊല്ലം ശബ്ദത്തിൻ്റെ മേഖലയിലായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, അത് വേറെ. ഈ മൂവിയുടെ ഒരു പല ജോണർ പറഞ്ഞു, ഇപ്പം നേരത്തെ പറഞ്ഞ പല ജോണേഴ്സ് ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എവിടെയോ ഒരു ചെറിയ ഒരു പോയിന്ററും കൂടെ വരുന്നുണ്ട്. ആ പോയിന്റർ വരുന്നത് എൻ്റെ സൈഡിൽ നിന്ന്, എൻ്റെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിസെഫിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 66 ലക്ഷം പെൺകുട്ടികളും 88 ലക്ഷം ആൺകുട്ടികളും എല്ലാ വർഷവും മിസ്സിങ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ കുട്ടികൾ എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പല മേഖലകളിലേക്കും, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും, അത് ഫ്ലഷ് ട്രേഡ് ഉൾപ്പെടെ ടെററിസം ഉൾപ്പെടെ പോകുന്ന ആൾക്കാരാണ്. ഇതെവിടെയോ ഒരു ആംഗിൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആ ക്യാരക്ടർ ഒത്തിരി അഭിനയിക്കാൻ ആഗ്രഹിച്ച എൻ്റെ അമ്മാവൻ്റെ പേരാണ് ആ ക്യാരക്ടർ. വെങ്കടേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പത്മശ്രീ വെങ്കടേശ്വരായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ ഒരു ബാക്കി പത്രം പോലെയും, പിന്നെ എല്ലാവരും സുഹൃത്തുക്കളായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതും, തൃശ്ശൂരുള്ള മനയിൽ വർക്ക് ചെയ്യുമ്പോഴും, അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഷൂട്ടിന് വരുമ്പോഴൊക്കെ എനിക്കതൊരു ഹോം കമ്മിങ് പോലെ. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ 22 സിനിമ എന്ന് പറയുന്നത് തെലുങ്കും തമിഴും മലയാളവും ഉൾപ്പെടെയുള്ള സിനിമകളാണ്. അപ്പം അതിൽ എനിക്ക് ഒരു ഹോംലി ഫീൽ കിട്ടിയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് ആയാലും ശരി, തീം അല്ലെങ്കിൽ സ്റ്റോറി വൈസ് ഉള്ള പല ജോണേഴ്സ് ടച്ച് ചെയ്തു പോകുന്നതായാലും ശരി, ഇതെല്ലാം ശരിയായ രീതിയിൽ സിനിമയിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് റിയലി ഓണർഡ്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് പ്രമോദ് പടിയത്ത്. ഞാനിതിൽ സെക്കൻഡ് ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സീനിൽ 2 സീനിലേക്ക് വന്നു പോകുന്ന 1-2 ഡയലോഗുള്ള ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ നയൻതാരന് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയത് ഇദ്ദേഹമാണ്. ക്യാപ്ഷൻ കിട്ടിയില്ലേ? നിർഭാഗ്യവശാൽ ആ സീനിലെ കുറച്ച് കട്ട് ചെയ്ത് പോയിട്ട് ഒരു വൈറ്റ് ഷോട്ട് മാത്രമാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമാ ജീവിതം വരുന്നത്. പിന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പുറത്താണ്. അപ്പോൾ ഒരുപാട് 100-ലധികം ഓഡീഷനുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇതിങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് അങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ സിൻഡോ ഡേവിഡ് എന്ന് പറയുന്ന സംവിധായകനായിട്ടുള്ളൊരു സൗഹൃദങ്ങൾ, അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു സൗഹൃദം കൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സിൻസിയർ, നായകനായിട്ടുള്ള സിൻസിയർ ചെയ്തിട്ടുള്ളത് ഒരു റിപ്പോർട്ടറുടെ റോളാണ്. അതിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ളൊരു ക്യാമറാമാൻ്റെ വേഷമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. നേരത്തെ അഖിലേഷ് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അഖിലേഷിൻ്റെ 2ാമത്തെ സിനിമയാണിത്. ആദ്യത്തെ സിനിമ തൃശ്ശൂർ പൂരം എന്ന സിനിമയിൽ ഒരു പൊടിയൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ ക്യാരക്ടറാണ് അഖിലേഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്നത്തെ സൈസ് നല്ല തടിച്ചിട്ടുള്ള ഒരു സൈസായിരുന്നു. അതിൽ നിന്ന് ഒരു 10-12 കിലോ കുറച്ചിട്ടാണ് 20 കിലോ കുറച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഒരിക്കൽ കൂടെ പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സിൻഡോ ഡേവിഡ് എന്ന് പറഞ്ഞ സംവിധായകനെ സംബന്ധിച്ചിട്ടായാലും ഞങ്ങളുടെ ബാക്കി വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾക്കായാലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു.
ഈ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന സിനിമയായിരിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അദ്ദേഹം ഒരിക്കലും സിഗരറ്റ് വലിക്കുക, അതുപോലെ മദ്യപിക്കുക, അങ്ങനത്തെ ശീലമുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മദ്യത്തിനെതിരെ, അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരെയുള്ള ചില വിഷയങ്ങൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രംഗങ്ങളിൽ പോലും ഞങ്ങൾ പുകവലിക്കുന്നതോ മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്നോ പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്നോ എഴുതി കാണിക്കേണ്ടി വന്നിട്ടില്ല. അതൊരു എന്താ പറയാ, ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകും എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ സിനിമ നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ വലിയൊരു സപ്പോർട്ടിന്റെ പുറത്ത് തന്നെയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ നിങ്ങളുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഞങ്ങളെ പോലെ ഒരു പുതിയ കുറെ ആളുകൾ, പുതിയതായിട്ട് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് കുത്തുന്ന ഒരു പുതിയ ടീം, എന്നാൽ കുറെ കാലങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മുന്നിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ. അപ്പൊ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. വലിയ സന്തോഷമുണ്ട്. കാരണം ഈ നിരയിലിരിക്കുന്നവരും ആ നിരയിലിരിക്കുന്നവരും വളരെ വലിയ സ്റ്റാർസാണ്. ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു അനുഭവമാണ്. ഇത് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. അപ്പം ഞങ്ങളിതിൻ്റെ ആദ്യത്തെ ഘട്ടം ആദ്യം അത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വളരെ ചെറിയൊരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ അപ്പോൾ കുറച്ച് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം നമുക്ക് ലഭിച്ച താരങ്ങളാണ് ഈ ഇരിക്കുന്നവർ. പ്രമോദേട്ടൻ വളരെ എളിമയോട് കൂടി പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ നേരത്തെ അഖിലേഷ് പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പല സിനിമകളിലും കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പം ഈ അവസരത്തിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി ഇനിയിപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 2 പ്രൊഡ്യൂസേഴ്സും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ജോമോൻ, ഇത് ജോയേട്ടൻ, പിന്നെ ബിജോ ഉണ്ട്, പിന്നെ പീറ്റർ വർഗീസ്, അങ്ങനെ 4 പേരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇങ്ങനൊരു ഇതിന് നിങ്ങളെല്ലാവരും വന്നതും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രമോദൻ പറഞ്ഞ പോലെ നിങ്ങളാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രചാരകര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. നല്ല സിനിമകളും പിന്നെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റുകളിലേക്ക് ഞങ്ങൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കും. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക്സ്. ഇതിനൊപ്പം നമ്മൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ലാൽജോ സാറ് എന്താ പറയുക, ഒരു ലെജൻഡ് ഡയറക്ടറാണ്. അദ്ദേഹം നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ തയ്യാറാവാന്ന് പറയുമ്പോൾ നമ്മൾ ഈ തുടക്കക്കാർക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ സുധീർ കരമന, സുനിൽ സുഗത, അങ്ങനെയുള്ള ഞാൻ പേര് വിട്ടുപോകുന്നതുകൊണ്ട് കാരണം എല്ലാവരും എടുത്ത് മനസ്സിലാക്കും. അജിത്ത് കൂത്താട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദൃശ്യത്തിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ. പക്ഷേ സിനിമയിൽ നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടറാണ്. അദ്ദേഹം ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ട്, പക്ഷെ ആൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ ശ്രീകാന്ത് അശ്വതി ചേച്ചി, ആളൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ശശാങ്കൻ, പിന്നെ എടുത്തു പറയാന്ന് വെച്ചാൽ ശിവജി ഗുരുവായൂർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാ പോസ്റ്റിലും ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ കാനഡയിലുള്ളതാണ് ആള്, ജെൻസൺ എന്നൊരു ക്യാരക്ടറാണ്. ആള് ബെൻസൺ അത്യാവശ്യം സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. അവർ കാനഡയിലായിരുന്നു, നമ്മൾ ഷൂട്ടിൻ്റെ ഒരു ഭാഗം കാനഡയിലുണ്ടായിരുന്നു. അവിടെ അഭിനയിച്ചിട്ടുള്ള 2 പേര്, വേറെ കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജോമോൻ ചേട്ടൻ, ഇവരെല്ലാവരും ജസ്റ്റ് തല കാണിച്ചിട്ടുണ്ട്. കാനഡയിൽ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ മീമു, നമ്മുടെ മൃണ്മയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബമ്പർച്ചിരിയിലൊക്കെ ആയിട്ടുള്ള അവള് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു പറയാം 10-ന് മുകളിൽ മെയിൻ സ്ട്രീം താരങ്ങൾ നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ മെയിൻ സ്ട്രീമിലുള്ള വലിയ താരങ്ങൾ വരുമ്പോൾ എങ്ങനെ അവരെ
എങ്ങനെ അവരോട് ഞാൻ പറയും, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ സാറും അങ്ങനെയുള്ള എല്ലാവരുടെ കേസും കൂടി പറയണത്, അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കണോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ അവർ പറയും നിനക്ക് ഓക്കെ അല്ല, നീ ടെൻഷൻ ഉണ്ടെങ്കിൽ നോക്കാം, നമുക്ക് വേറെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സപ്പോർട്ട് അവർ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം എങ്ങനെ അവരുടെ അടുത്ത് ഞാൻ നന്ദി പറയേണ്ടതാണ്. അത് പറയാനുള്ള വേദി ഇതല്ലാന്നറിയാം, എങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. അത്രയും സപ്പോർട്ടാണ്, എല്ലാ രീതിയിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേറെ കൂടുതൽ, പിന്നെ ഇപ്പോൾ റിലീസിൻ്റെ കേസ് നമ്മൾ ആദ്യം 9-ാം തീയതിയാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയനാട്ടിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ നമ്മൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആലോചന വന്നതിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മളിലുള്ള പലരും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, സഹായ പ്രവർത്തനങ്ങളും. ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടാകുന്ന സ്കൂളുകളിലൊക്കെ ക്യാമ്പ് തുടങ്ങുമ്പോൾ അവിടെ പോയി സഹായിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നിർത്തിവെച്ചു, പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഒന്ന് ഒരു ഇത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി അതിന് പെട്ടെന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം കൂടി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഭിപ്രായം അവർ പറഞ്ഞു, അത് അവർ തന്നെ പറയും. വേറെ ഒന്നുമില്ല, നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, അത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മുടെ സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു വിഹിതം വയനാട്ടിലെ സഹോദരങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് പറയുന്നത്.